ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചുണ്ട്. ആ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ വസതിയിലേക്ക് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അതിരാവിലെ തന്നെ മാർച്ച് നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ നടന്ന ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വീണ ജോർജിന്റെ വസതിക്ക് മുന്നിലേക്ക് എത്തുന്നത്. രാവിലെ തന്നെ വസതിക്ക് മുന്നിലെത്തി. ഒപ്പം ആ ഗേറ്റ് തുറന്നു. ഗേറ്റിന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. വീണ ജോർജിന്റെ വസതിക്ക് മുന്നിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. മറ്റ് പോലീസുകാരും ഉണ്ടായിരുന്നില്ല. ഒരു പോലീസുകാരൻ മാത്രമേ ഉണ്ടായിരുന്നില്ല. 2 പോലീസുകാരുണ്ട്. പോലീസ് അന്വേഷിച്ചിരുന്നില്ല. വസതിക്കുള്ളിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കയറിയിരിക്കുന്നു. പോലീസുകാർ തടയാൻ ശ്രമിച്ചിട്ടും ആ പ്രവർത്തകർ അവിടെ നിന്നിട്ടില്ല. 2 പോലീസുകാർ മാത്രമേ അവിടെ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നുള്ളൂ. മറ്റു പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നില്ല. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ വീണ ജോർജിന്റെ വസതിക്ക് മുന്നിൽ എത്തിനിൽക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഗേറ്റ് തുറന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടേക്ക് എത്തിയത്. അവിടെ ഡ്യൂട്ടിക്കുണ്ടായിരുന്നത് 2 പേരാണ്. ഒരു റീത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു റീത്തുമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തിയിരിക്കുന്നത്. അത് മന്ത്രി വീണ ജോർജിന്റെ വസതിക്ക് മുന്നിൽ മെയിൻ വാതിലിന് മുന്നിൽ ഇപ്പോൾ പതിപ്പിച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകര്. ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് നടത്തിയ മാർച്ചാണ് പ്രേക്ഷകർ കാണുന്നത്. ഗേറ്റ് തുറന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ റീത്തുമായി പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. റോഷിപാലുണ്ട്. റോഷിപാൽ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വീടിനുള്ളിലേക്ക് കടന്നിരിക്കുന്നു. ഗേറ്റ് തുറന്ന് കയറി. വേണ്ടത്ര പോലീസ് അവിടെ ഉണ്ടായിരുന്നില്ല, അല്ലേ? തീർച്ചയായും പോലീസ് ഉണ്ടായിരുന്നില്ല. സുരക്ഷാ ജീവനക്കാർ മാത്രമായിരുന്നു ഗേറ്റിലുണ്ടായിരുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ നമുക്ക് മന്ത്രിയുടെ വീട്ടിൽ ഇപ്പോൾ റീത്ത് സമർപ്പിച്ചിട്ടാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ നമുക്ക് കാണാം. ഈ റീത്ത് ഇവിടെ കാണാം. ആരോഗ്യവകുപ്പിനുള്ള റീത്താണ് സമർപ്പിച്ചിരുന്നത്. മന്ത്രിയുടെ വസതിയിലേക്ക് അസാധാരണമായ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നമ്മൾ കണ്ടത് അസാധാരണമായ പ്രതിഷേധമാണ്. തല്ലിപ്പുറത്താക്കല്ലേ, ഞങ്ങൾ പോയിക്കോളൂ, ഞങ്ങൾ തല്ലിപ്പുറത്താക്കരുത്. ആ പടി വേണ്ട കേട്ടോ, തല്ലിപ്പുറത്താക്കണ്ട, പറഞ്ഞാൽ ഞങ്ങൾ പുറത്ത് പോയിക്കോളൂ കേട്ടോ. അങ്ങനെ പോലീസ് വലിയ വീഴ്ചയാണ്, സുരക്ഷാ വീഴ്ചയാണ്. ഇവിടെ 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഉണ്ടായത്. അപ്പോൾ വലിയ സുരക്ഷാ വീഴ്ച വന്നു. അതുകൊണ്ടാണ് മാധ്യമപ്രവർത്തകരെ തല്ലിയൊക്കെയാണ് പുറത്താക്കുന്നത്. ഏതായാലും ഇവിടെ പോലീസ് ഉണ്ടായിരുന്നില്ല. മന്ത്രിക്കെതിരെ കടുത്ത പ്രതിഷേധം ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും പോലീസിന്റെ സുരക്ഷയൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വീട്ടിനകത്ത് കടന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇതുവരെ ഇങ്ങനെ ഒരു പ്രതിഷേധം ഈ അടുത്തൊന്നും തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നില്ല. തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ നേമം ഷജീറിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ അകത്ത് കടന്നു. ഗേറ്റ് തള്ളി അകത്ത് കടന്ന് അവിടെ വാതിലിന് മുന്നിൽ റീത്ത് സമർപ്പിച്ചു. അതിനുശേഷമാണ് പ്രവർത്തകർ ഗേറ്റിന് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ ഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്നുള്ള പ്രതിഷേധം തുടരുകയാണ്. ശക്തമായ പ്രതിഷേധമാണ് നടത്തുന്നത്. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം. ആലപ്പുഴയിൽ വണ്ടാനം മെഡിക്കൽ കോളേജിലുണ്ടായ ചികിത്സാ പിഴവ് കത്രിക വയറ്റിൽ വെച്ച് അത് തുന്നിക്കെട്ടിയ സംഭവത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഇപ്പോഴിതാ ഗേറ്റിന് മുന്നിൽ പ്രതിഷേധം. പോലീസ് ഇതുവരെ എത്തിയിട്ടില്ല. ഗേറ്റ് തള്ളി തുറന്നാണ് പ്രവർത്തകർ കടന്നത്. 2 സെക്യൂരിറ്റി പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാത്രമാണുള്ളത്. തൊട്ടപ്പുറത്ത് ഒരു പോലീസ് വാഹനമുണ്ട്. ആ പോലീസ് വാഹനത്തിൽ പോലീസുകാർ ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ഏതായാലും വലിയ സുരക്ഷാ വീഴ്ച ഇവിടെ പോലീസിന് സംഭവിച്ചിട്ടുണ്ട്. നേരത്തെയും സമാനമായ രീതിയിൽ മുമ്പും ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധമുണ്ടായപ്പോൾ ഇതുപോലെ ഗേറ്റിനടുത്തേക്ക് പോലീസ് ഇല്ലാത്ത സമയത്ത് എത്തിയിരുന്നെങ്കിൽ അവർ അകത്തേക്ക് കയറിയിരുന്നില്ല. ഇന്ന് അങ്ങനെയല്ല. മന്ത്രിയുടെ വസതിക്കകത്തേക്ക്, മന്ത്രിയുടെ വീട്ടിന്റെ വാതിലിന് തൊട്ടുമുന്നിലെത്തി പ്രവർത്തകർ അവിടെ റീത്ത് സമർപ്പിച്ചാണ് മടങ്ങിയത്. അസാധാരണമായ പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കടന്നിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ കുത്തിയിരുന്നുള്ള പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ഏതാണ്ട് 50ഓളം വരുന്ന പ്രവർത്തകരാണ് വീടിനകത്തേക്ക് തള്ളിക്കയറിയത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ആവശ്യപ്പെടുന്ന ആരോഗ്യമന്ത്രി
വീണ ജോർജിന്റെ രാജിയാണ്. ഇപ്പോൾ ഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം തുടരുകയാണ്. ചീമുട്ടയടക്കം എറിഞ്ഞുകൊണ്ടായിരുന്നു തുടക്കത്തിലെ പ്രതിഷേധം. ഗേറ്റിന് മുന്നിൽ പ്രതിഷേധം എത്തിയ ഉടനെ തന്നെ ഗേറ്റ് തള്ളി തുറക്കാൻ ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിക്കുമ്പോൾ മറ്റൊരു സംഘം പ്രവർത്തകർ അകത്തേക്ക് ചീമുട്ട എറിയുകയായിരുന്നു. പിന്നീടാണ് ഗേറ്റ് തള്ളി തുറന്ന് അവർ അകത്തേക്ക് കയറി പ്രതിഷേധിച്ചത്. പിന്നീട് ജില്ലാ അധ്യക്ഷൻ തന്നെ ഇടപെട്ടാണ് ആ പ്രതിഷേധത്തിനും അവരെ പിന്മാറ്റിയത്. കടുത്ത പ്രതിഷേധത്തിലേക്ക് അവർ നീങ്ങുന്നു. അതിന്റെ ഒരു തുടക്കമാണ്. ഇന്നലെയൊക്കെ ആലപ്പുഴയിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ തുടർച്ചയായിട്ടാണ് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു കടുത്ത പ്രതിഷേധം ഇവിടെ നടന്നത്. ഏതായാലും മുദ്രാവാക്യം വിളിച്ച് അവർ പ്രതിഷേധം തുടരുകയാണ്.